വീട്ടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കൊല്ലപ്പെടുന്നത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണ്, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതാണ്. ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സ്വന്തം കയ്യിൽ കരുതിയിരുന്ന മാംസാഹാരം അതിന്റെ പേര് പറഞ്ഞ് അത് ചേർത്ത് പിടിച്ച അവനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നമ്മുടെ രാജ്യത്താണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇരിക്കുന്ന സദസ്സിൽ നിന്ന് മഫ്തയണിഞ്ഞ തലയിൽ പർദ്ദയിട്ട സ്ത്രീകളെ ഇറങ്ങിപ്പോകാൻ പോലീസിനെ വിട്ട് ആഹ്വാനം ചെയ്ത് ഇറക്കിവിടുന്ന കാഴ്ച നമ്മുടെ രാജ്യത്താണ് സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായി എല്ലാവർക്കും ഈക്വൽ റൈറ്റ് അടിവരയിട്ട് പറയുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പ്രിയാമ്പിളുള്ള നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയ്ക്കകത്ത് കൈകടത്തി നിങ്ങളൊന്നും ഇതിന് യോഗ്യരല്ലെന്ന് നമ്മളോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഭരണകൂടമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ പൗരത്വം പോലും ഞങ്ങൾ തീരുമാനിക്കുമെന്നാ ഭരണകൂടം പറഞ്ഞത്. ഈ മണ്ണിൽ ജനിച്ച് ഇന്ത്യക്കാരനാണെന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിലെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിന് ലോട്ടിടാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് എന്നൊരു ഭരണകൂടം നമ്മളോട് പറയുക, ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. നമ്മുടെ ഭക്ഷണം എന്തെന്നും വസ്ത്രം എന്തെന്നും നിങ്ങളുടെ പൗരത്വം എന്തെന്നും നിങ്ങൾ എപ്പോൾ പണം ഉപയോഗിക്കണമെന്നും പണം എങ്ങനെ വിനിയോഗിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇതേ ഭരണകൂടം നമ്മളോട് പറയുക. നാനാത്വത്തിലെ ഏകത്വവും ഇന്ത്യയുടെ ബഹുസ്വരതയും ഒക്കെ തല്ലി തകർത്തുകൊണ്ടൊരു ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.